ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് പേടിക്കണ്ട. അല്ല നിങ്ങളൊക്കെ ആരാ? അല്ല നിങ്ങൾ എന്തിനാ അവര് കൊല്ലാൻ ശ്രമിച്ചേ? ഞങ്ങൾക്ക് അറിയില്ല സർ. ഞങ്ങളെ അവര് തട്ടിക്കൊണ്ട് വന്നതാ. എന്തിനാണെന്നോ അവരുടെ ഉദ്ദേശം എന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലേ ഇവിടെ നിൽക്കുന്ന അപകട അവന്മാര് കൂടുതൽ ആൾക്കാരുണ്ടോന്നും അറിയില്ല. അപ്പൊ നമുക്ക് പോവാം കേട്ടാ. സാറ് സാറെന്നൊന്നും വിളിക്കണ്ട, ഞാനിവിടെ തടി കയറ്റാനായിട്ട് വന്നതാ. അല്ല നിങ്ങൾക്കിപ്പോ എങ്ങോട്ടാ പോണ്ടേന്ന് പറ, ഞാൻ അവിടെ കൊണ്ടാക്കാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, അല്ല നിങ്ങൾ കാശുകാരാ? അല്ല സാധാരണ അങ്ങനെയുള്ളവരാണല്ലോ ഇവരെ പോലുള്ളൊരു തട്ടിക്കൊണ്ടുവരുന്നേ. ഞങ്ങൾ തെരുവിൽ ലോട്ടറി വിൽക്കുന്നവരാ. ഓ, ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് വിഷ്ണു. കണ്ണു മൂടിക്കെട്ടിയ സമയം മുതൽ ഞങ്ങൾ ദൈവത്തിനെ വിളിച്ച് കരയായിരുന്നു. അതുകൊണ്ടാ ദൈവത്തിന്റെ പേരുള്ള ഒരാള് തന്നെ ഞങ്ങളെ രക്ഷിക്കാൻ എത്തിയത്. അതെ, ഈ ദൈവത്തിന്റെ പേരുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടല്ലോ നിങ്ങൾക്കറിയോ? അത് പോട്ടെ, നിങ്ങളെ പോലീസിന്റെ അടുത്ത് പോയി കംപ്ലൈന്റ് ചെയ്യണം കേട്ടാ. എന്നിട്ട് അവരോട് അന്വേഷിക്കാൻ പറയാ. അയ്യയ്യേ, ഈ പെൺകുട്ടികൾ ഇങ്ങനെ കരയാൻ പാടില്ല. കണ്ണുടച്ചേ. സാറേ, വലിയ ഉപകാരം സാർ. സാറ് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ കിടന്ന് ചത്തുപോയേനെ. എന്റെ പൊന്ന് ചേട്ടാ, ഇതെന്തൊക്കെയാ പറയണേ? അങ്ങനെയൊന്നും ഇല്ല. ദേ, ചാവാനൊക്കെ ഒരു നേരം അവിടെ കുറിച്ചു വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഒരുത്തനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. വളരെ നന്ദിയുണ്ട്. എന്നാ പിന്നെ നിങ്ങൾ പെട്ടെന്ന് വാ, അവിടെ എന്റെ വണ്ടി ഉണ്ട്. വീട്ടിലെല്ലാരും കാത്തിരിക്കണ്ടാവില്ലേ? കുട്ടി കരയണു, കരയണ്ടെന്ന് പറയും. ഈ പെൺകുട്ടികൾ കരയണതേ ഇഷ്ടല്ല. വാ 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 വാ. അവിടെ ചോട്ടെ. പോവാം. ഡോക്ടർമാരിപ്പോഴും സംശയത്തിലാ. നവീന്റെ അസുഖത്തിന്റെ കാരണങ്ങൾ അവർക്ക് പിടികിട്ടുന്നില്ല. അസുഖം അറിയാതെയുള്ള ചികിത്സ എവിടെ എത്തിച്ചേരുമെന്ന് അറിയില്ല. ആ നശിച്ച ശാപം എന്റെ മോനെ പിടികൂടുമെന്ന് ഞാൻ കരുതിയില്ല. ഈ അവസ്ഥയിൽ അങ്ങനെ കിടക്കുന്ന കാണുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ. വിശ്വാസത്തോടൊപ്പം ദൈവനാമങ്ങളെല്ലാം ഉരുവിടുക. പക്ഷേ സർപ്പക്കളം വരച്ച പെൺകുട്ടി വരുന്നതാണ് ഏകരക്ഷ എന്നാ പൂജാരി പറഞ്ഞേ. പക്ഷെ നമ്മുടെ ഗതികേടൊന്ന് ഓർത്തു നോക്കിയമ്മേ. ആ കുട്ടിയോടൊന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അമ്മ കൂടെ ഒന്ന് വിളിച്ചു നോക്ക്. നോക്കാം. നമ്മുടെ മോനെ നമുക്ക് രക്ഷിച്ചല്ലേ പറ്റൂ. നീ സമാധാനപ്പെടുന്നെന്താ? കളരിക്കൽ തറവാടിന് ശാപമുണ്ട്. പക്ഷേ ദൈവം കൈയൊഴിഞ്ഞിട്ടില്ല.